ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ചിപ്പി മോള് ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുന്നത് കണ്ട് അവന്തിക അരികിലേക്ക് വന്നതും ജെനി പറഞ്ഞു, മോളെ കുറെ ഞാൻ നിർബന്ധിച്ചു, പക്ഷെ മോള് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും മാഡം എന്ന് ചോദിച്ചതും അവന്തികയുടെ നേരെയുള്ള ജെനിയുടെ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, സാരയില്ല ജെനി, നീ ആ ഫുഡ് എടുത്തോണ്ട് പോയിക്കോ, ഞാൻ മോളുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അവന്തിക ചിപ്പി മോളുടെ അരികിൽ തന്നെ ഇരിക്കുന്നു. കുറെ നേരത്തേക്ക് മോളെ തന്നെ നോക്കി മോളെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ചിപ്പിയുടെ വാശിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് അവന്തിക ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ കിച്ചണിൽ ശോഭന ചായ ഇടുന്ന കണ്ടുകൊണ്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവിടേക്ക് ചെല്ലുകയാണ് ശിശിര. ശോഭന, എന്താ എന്നൊരു മൂളിപ്പാട്ടൊക്കെ എന്ന് ചോദിച്ചതും ശോഭനയോട് ശിശിര പറഞ്ഞു, അമ്മ കുറെ നാളായി പറഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ കൊണ്ട് ഞാൻ അത് നേടിയെടുത്തു, മനസ്സിലായോ? ഇന്നലെ രാത്രി രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മയുടെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതും ശോഭന ശിശിരയോട് ദേഷ്യപ്പെട്ടു. നീ എന്തൊക്കെയാണ് ഈ പെണ്ണെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇനിയിപ്പോ എന്താ അവളോട് പറയുക? എന്തായാലും ഉറക്കമുണരുന്ന നേരത്ത് അവൾക്ക് അറിയാൻ പറ്റും നീ അവളുടെ കയ്യിൽ കൊടുത്തത് ഉറക്ക ഗുളികയായിരുന്നു എന്ന്. അപ്പൊ പിന്നെ ഇനി എങ്ങനെയായിരിക്കും അവളുടെ പ്രതികരണം എന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോ ശിശിര പറഞ്ഞു, എന്റെ അമ്മേ, അവള് ഇനിയിപ്പൊ എന്ത് ചെയ്യാനാണ്? കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല. സാധാരണ പെണ്ണുങ്ങളെ പോലെ ചിലപ്പോ ഒന്ന് ദേഷ്യപ്പെട്ടേക്കും. അത് കഴിഞ്ഞ് എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ അതിനോടങ്ങ് പൊരുത്തപ്പെട്ടുകൊണ്ട് അങ്ങനെ തന്നെ ഗൗരി മോളുടെ അമ്മയായി ഇപ്പൊ ജീവിക്കുന്നത് പോലെ ഗോകുലിന്റെ ഭാര്യയായി തന്നെ അവൾ മുന്നോട്ട് ജീവിക്കും. അല്ലാതെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ശിശിര ശോഭനയോട് അറിയിച്ചു. എങ്കിലും നീ കാണിച്ചത് അത്ര വലിയ നല്ല കാര്യമൊന്നും അല്ല എന്ന് ശോഭന പറഞ്ഞു. എനിക്ക് അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതിങ്ങനെയല്ല, നേരായ വഴിക്ക് രണ്ടുപേരെ വിവാഹം നടത്തിയതിനു ശേഷം. അത് കേട്ടതും ഗൂഗിളിന് ഇനിയും വിവാഹം കഴിപ്പിക്കാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ല, സമൃദ്ധിയോട് ഇനി അങ്ങനെ പറയാൻ കഴിയുമോ? അവളോട് എന്താ പറയുക? ഇനിയും നിങ്ങളുടെ വിവാഹം നടത്തണമെന്ന് പറയാൻ അമ്മയ്ക്ക് അതിന് സാധിക്കുമോ? എന്തായാലും അവൾ ഇപ്പോൾ തന്നെ ഗൂഗിളിന്റെ ഭാര്യയായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പം അത് പൂർണ്ണമായും ആ അർത്ഥത്തിലായി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അമ്മ ആ ചായ ഇങ്ങനെ ഞാൻ കൊണ്ട് കൊടുക്കാൻ രണ്ടുപേർക്കും, നല്ല ക്ഷീണം കാണും രണ്ടുപേർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശിശിര ചായ വാങ്ങിക്കാൻ തുടങ്ങിയത് ശോഭന പറഞ്ഞു, വേണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. നിന്നെ കണ്ട ചിലപ്പോ അവൾക്ക് വല്ല ദേഷ്യം വന്നാലോ എന്ന് ചോദിച്ചതും, ഒന്ന് പോ അമ്മേ, അതിങ്ങിതാ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞ് ശിശിര ശോഭയുടെ കയ്യിൽ നിന്ന് ആ ചായ ഗ്ലാസും വാങ്ങിച്ചുകൊണ്ട് നേരെ ഗോകുലിന്റെ അടുത്തേക്ക് പോകുന്നു. ഗോകുലും സമൃദ്ധിയും സുഖം ഉറക്കമായിരിക്കും എന്നുള്ള വിചാരത്തിൽ സന്തോഷത്തോടെ അവിടേക്ക് ചെല്ലുമ്പോൾ ഗോകുല് പുറത്ത് ആറ്റി സെറ്റിയിൽ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് ശിശിര കാണുന്നത്. ബ്ലാങ്കറ്റ് പുതച്ച് ഗോകുല് കിടന്നുറങ്ങുന്നത് കണ്ടതും ശിശിര അല്പനേരത്തേക്ക് അവിടെ വന്ന് നോക്കിയിരുന്നു. അപ്പോ ഇന്നലെ ഈ മണ്ടൻ ഇവിടെയാണോ കിടന്നുറങ്ങിയത് എന്ന് ആലോചിച്ച് ശിശിര അങ്ങ് നിൽക്കുമ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ശിശിര പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഗൂഗിൾ റൂമിലേക്ക് ചെന്ന് സമൃദ്ധയെ വിളിച്ചുണർത്താനായി ശ്രമിക്കുന്നു. സമൃദ്ധ ഉറക്കഗുളിക കഴിച്ച് സറേഷനിലായതുകൊണ്ട് ഒന്നും അറിയാതെ അർച്ചന സുഖം ഉറക്കമായിരുന്നു. അത് കണ്ടതും വേഗം കബോർഡ് തുറന്ന് അതിൽ നിന്നൊരു ബ്ലാങ്കറ്റ് എടുത്ത് അത് അർച്ചനയെ പുതപ്പിച്ചിട്ട് വേറൊരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റുമായിട്ട് വേഗം പുറത്തിറങ്ങി നേരെ സെറ്റിയിൽ വന്ന് കിടക്കുകയാണ് ഗൂഗിൾ ചെയ്തത്. അതെല്ലാം ഓർത്ത് ശിശിര ആകെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന ശോഭ പറഞ്ഞു, എന്തായാലും എന്റെ മോനെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. നീ ചിന്തിച്ചതുപോലെയൊന്നും അല്ലല്ലോ ഇന്നലെ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോ ശിശിര പറഞ്ഞു, എന്റെ അമ്മയെ, പ്രസവിച്ചപ്പോ ഒരാണൊരുത്തിനെ പ്രസവിച്ചോടുമായിരുന്നോ അമ്മയ്ക്ക്? അല്ലാതെ ഇതുപോലെയുള്ള മണ്ണുണ്ണിക്ക് എന്തിനാ അമ്മ ജന്മം നൽകിയത് എന്ന് ചോദിച്ചതും ഉടനെ ശിശിര ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ശോഭയുടെ കയ്യിലേക്ക് ആ ചായ കൊടുത്ത് ശിശിര ദേഷ്യപ്പെട്ട് താഴേക്ക് ചെന്നു. ഇത് കണ്ടതും ശോഭ പിന്നാലെ താഴേക്ക് വന്നിട്ട് ശിശിരോട് പറഞ്ഞു, അതെ, നിന്റെ പദ്ധതി വിജയിക്കാതെ പോയത് എന്തുകൊണ്ട് നന്നായി. ഈശ്വരന്മാര് അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. അത് കേട്ടതും ശിശിര പറഞ്ഞു, എന്റെ അമ്മേ, ഒരാണൊരുത്തിന്റെ കയ്യിൽ ഇതുപോലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയാൽ അവരെന്താ സാധാരണ ചെയ്യാറുള്ളത്? പക്ഷേ അമ്മയുടെ മോനൊരു കിഴങ്ങനായിപ്പോയി, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? സത്യത്തിൽ അവളെ അവന് ഇഷ്ടവുമാണ്. അവളാണെങ്കിൽ അവന്റെ ഭാര്യയായി തന്നെയാണ് ജീവിക്കുന്നതും. പിന്നെ അവൻ ഇങ്ങനെ ഭയന്ന് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? ശരിക്കും ഇന്നലെ ഉറക്ക ഗുളിക അവൾക്ക് കൊടുത്തതിന് പകരം അവന് കുടിക്കാനായിട്ട് വല്ലോ കോളയോ ജ്യൂസോ വല്ലതും കൊടുത്തിട്ട് അതിൽ ഒരല്പം മദ്യം കലർത്തി കൊടുക്കേണ്ടതായിരുന്നു. അതായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ശിശിര
ശോഭയോട് അറിയിച്ചു. അത് കേട്ടതും ശോഭ ആകെ ദേഷ്യത്തോടെ ശിശിരയോട് പറഞ്ഞു, നീ അങ്ങനെയൊക്കെ പറയും. ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യണ്ട. അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കുന്നതിന് വേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞതും ശിശിര പറഞ്ഞു, എൻ്റെ അമ്മയുടെ മകനുണ്ടല്ലോ, അവനൊരു മണ്ണുണ്ണിയാണ്. ഇങ്ങനെ ഒരു ആണത്വം ഇല്ലാത്ത ഒരുത്തനെ വേറെ ഞാൻ കണ്ടിട്ടില്ല. അവനെ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ച് ശിശിര മുഖം തിരിച്ചതും ആ നിമിഷം ശിശിരയുടെ കരണം പുകച്ച് നല്ലൊരു അടിയാണ് കിട്ടുന്നത്. ശിശിര ഞെട്ടലോടെ നോക്കുമ്പോൾ, മിണ്ടി പോകരുത് നീ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗോകുൽ മുന്നിൽ നിൽക്കുന്നു. നാണമില്ലല്ലോ നിനക്ക്, നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തെന്ന് എനിക്കൊട്ടും വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. അമ്മ ഇതിന് കൂട്ടു നിൽക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇത്രയ്ക്കും അധപ്പതിച്ചു പോയോ? സത്യത്തിൽ സ്ത്രീകൾക്ക് ഈ നാട്ടിൽ സംരക്ഷണം കിട്ടേണ്ടത് പുരുഷന്മാരിൽ നിന്നല്ല, സ്ത്രീകളിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു സ്ത്രീയെ ഇല്ലായ്മ ചെയ്യാൻ മറ്റൊരു സ്ത്രീയാണ് മുന്നിട്ടിറങ്ങുന്നത്. അത് എല്ലായിടത്തും ഇപ്പോ ഒരുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സമൃദ്ധ ആരാണ്? സമൃദ്ധയെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ എൻ്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടാണ് സമൃദ്ധ ജീവിക്കുന്നത്, എൻ്റെ ഭാര്യയായിട്ടും, സമൂഹത്തിന് മുന്നിൽ എൻ്റെ ഭാര്യയായിട്ടും. അങ്ങനെയുള്ള ആ സമൃദ്ധ ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നിട്ട് 7 വർഷക്കാലം കഴിഞ്ഞു, 8 വർഷത്തോളമായി. ഇത്രയും വർഷക്കാലം എൻ്റെ കുഞ്ഞിനെ ഒരമ്മയുടെ, ഒരു പെറ്റമ്മയുടെ സ്നേഹവും ലാളനയും ഒക്കെ നൽകി പരിചരിച്ച് കൂടെ നിൽക്കുകയാണ് സമൃദ്ധ ചെയ്തത്. ആ സമൃദ്ധയോട് എനിക്ക് ബഹുമാനവും സ്നേഹവും മാത്രമാണുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അവളും ഒരു പെണ്ണാണെന്നുള്ളത്, നിങ്ങളെ പോലെ തന്നെ ഒരു പെണ്ണാണ്. ശിശിരായ്, നിനക്കാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എങ്ങനെയാകുമായിരുന്നു? നിനക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ നീ ജീവിക്കേണ്ടി വന്നാൽ, നിന്നോടൊരാൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നിനക്കത് സഹിക്കാൻ കഴിയുമായിരുന്നോ എന്ന് ശിശിരയോട് ഗൂഗിൾ ചോദിക്കുന്നു. അതെല്ലാം കേട്ടതും ഗൂഗിളിനോട് ശിശിര പറഞ്ഞു, ഗൂഗിൾ, ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല. അവൾ ഈ വീട്ടിലല്ലേ ജീവിക്കുന്നത്, നിന്റെ ഭാര്യയായിട്ട്. പിന്നെ അത് അങ്ങനെ തന്നെയായി തുടരുന്നതിൽ എന്താ കുഴപ്പം? അമ്മ എത്രയോ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണത് എന്ന് പറഞ്ഞപ്പോ ഗൂഗിൾ പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? അങ്ങനെ ഒരു അധപതിച്ച സ്വഭാവമാണ് എനിക്കുള്ളതെന്നോ? പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ആ സമൃദ്ധ എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ചും നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയില്ല. സമൃദ്ധ ആരാണ്, എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷേ അവൾ നമുക്കരികിലേക്ക് വരുമ്പോൾ അവളുടെ കഴുത്തിലും ഒരു താലി കിടപ്പുണ്ട്. അത് മറക്കണ്ട. എന്നെ പോലെ തന്നെ ആണൊരുത്തൻ കെട്ടിയ താലിയാണ് ആ സമൃദ്ധയുടെയും കഴുത്തിൽ കിടക്കുന്നത്. അങ്ങനെയുള്ള ആ പെണ്ണിനെ എന്റെ കിടപ്പുമുറിയിലേക്ക് കയറ്റിവിടാൻ നിനക്ക് യാതൊരു എളുപ്പം തോന്നിയില്ലല്ലോ. കഷ്ടം. അമ്മയെ ഇതിന് കൂട്ടുനിന്നല്ലേ. മേലാൽ ഇത് ആവർത്തിച്ചു പോകരുത്. ശിശിരെ, നിന്നോട് മാത്രമല്ല അമ്മയോടും കൂടിയാ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ശിശിരയ്ക്കിട്ട് തല്ലു കൊടുക്കാനായി ഗൂഗിൾ കൈ ഉയർത്തിയതും ശോഭന പറഞ്ഞു, മോനെ, നീ അവളോട് ക്ഷമിക്കേ. നിങ്ങള് ഒന്നിച്ച് നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകുന്നത് കാണാനല്ലേ അവൾ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് ശോഭ വീണ്ടും ഗൂഗിളിനെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും ഗൂഗിൾ പറഞ്ഞു, ഞാൻ ഇനി എങ്ങനെ സമൃദ്ധയുടെ മുഖത്ത് നോക്കും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഗൂഗിൾ മുകളിലേക്ക് കയറിപ്പോന്നു. ഈ സമയത്ത് സമൃദ്ധയും ശോഭയും ആകെ കലുതുള്ളി അകത്തേക്ക് പോന്നു. അപ്പോഴാണ് വൃന്ദാവനത്തിലേക്ക് ഒരു അപരിചിതൻ എത്തിയത്. അയാൾ ബൈക്കൊണ്ടു നിർത്തിയത് നേരെ അകത്തേക്ക് വന്നതും അയാളെ കണ്ടതോടെ മീരയടുത്തേക്ക് ആളെ മനസ്സിലായി. ഇയാള് ആ LIC ഏജന്റ് അല്ലേ എന്നിങ്ങനെ ആലോചിച്ചു വന്നത്. അയാൾ വേഗം അകത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അതെ, കമലമ്മയില്ലേ എന്ന് ചോദിച്ചതും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചതും മീര വേഗം കമലമ്മയുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, LIC ഏജന്റ് വന്നിരിക്കുന്നു, അമ്മയെ അന്വേഷിച്ചു എന്ന് പറഞ്ഞതും സ്നേഹയും ആതിരയും കൂടി അവിടേക്ക് എത്തി. എന്താ അമ്മേ എന്ന് ചോദിച്ചതും LIC ഏജന്റ് വന്നിരിക്കുന്നത്, എന്തെങ്കിലും ശുഭവാർത്തയാവണേ എൻ്റെ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കമലമ്മ വേഗം ആ ഏജന്റിന്റെ അടുത്തേക്ക് വന്നു. അതെ, ഞാൻ വന്നത് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനം നൽകുന്ന ഒരു കാര്യം പറയാനായിട്ടാണ്. അതെ, LICയുടെ പ്രീമിയം തുക അത് സാങ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ സമാധാനത്തോടെ എല്ലാവരും ആശ്വസിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, 7 ലക്ഷം രൂപയുണ്ട് എന്ന് പറഞ്ഞതും ദൈവത്തോട് നന്ദി പറഞ്ഞ് കമലമ്മ നിന്നു. എന്തായാലും സാധാരണ ഡെത്ത് ക്ലെയിം ഒക്കെ അത്ര പെട്ടെന്നൊന്നും സാങ്ഷനായി കിട്ടാറുള്ളതല്ല. പക്ഷെ ഇത് പിന്നെ കളക്ടർ മേഡത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട്, മേഡത്തിന്റെ പ്രത്യേക ഒരു നീക്കം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാങ്ഷൻ ആകാനായിട്ട് വേഗം തന്നെ നടപടികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ക്ലെയിം അപ്രൂവ് ആയി കിട്ടിയതും. എന്തായാലും 3-4 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിലേക്ക് ക്യാഷ് കിട്ടുമെന്ന് ഏജന്റ് അറിയിച്ചു. അതോടെ കമലമ്മയ്ക്കും മക്കൾക്കും വലിയ സമാധാനമായി. എല്ലാവരും ഈശ്വരനോട് നന്ദി പറഞ്ഞിരിക്കുന്നു.
അപ്പോഴാണ് ശിശിരയുടെ അരികിലേക്ക് ശോഭ എത്തിയത്. ശിശിര മുഖം കറുപ്പിച്ച് അങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോഴേക്കും ശോഭ അരികിലേക്ക് വന്ന് പറഞ്ഞു, ശിശിരേ, നിനക്കിട്ട് തല്ലി കിട്ടിയ കാര്യത്തിൽ ഞാൻ അവനോട് ദേഷ്യപ്പെട്ടില്ല. പക്ഷെ ഒരടി നിനക്ക് കുറവുണ്ടായിരുന്നു, അത് സത്യം തന്നെയാണ്. പക്ഷെ എനിക്കിപ്പോ എന്റെ മോന്റെ കാര്യത്തിൽ അഭിമാനം തോന്നുകയാണ്. സാധാരണ ഏതെങ്കിലും ഒരുത്തനെ പോലെ എന്റെ മോൻ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ലല്ലോ. അത് അതുകൊണ്ട് എനിക്ക് എന്റെ മോനെ കുറിച്ച് ഇപ്പോ വളരെയേറെ അഭിമാനം തോന്നുന്നു എന്ന് ശോഭ പറഞ്ഞു. എനിക്ക് അവർ രണ്ടുപേരും ഒന്നിക്കണം തന്നെയാണ് ആഗ്രഹം. സമൃദ്ധിയും എന്റെ മോനും ഒന്നിച്ചൊരു ജീവിതം ഉണ്ടാകണം. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അതിനു വേണ്ട കാര്യങ്ങളും എനിക്കറിയാം. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നിന്നെ പോലെ എടുത്തു ചാടി ഇതുപോലെ ഇനിയുള്ള പ്രവർത്തികളൊന്നും, ഇത്തരത്തിലുള്ള കുറുക്കു വഴികളൊന്നും ഇനി ഞാൻ പ്രയോഗിക്കാനോ നീ അതിനെ ശ്രമിക്കുകയോ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശിശിര ശിശിരയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ശോഭ പോകുന്നു. അപ്പോഴാണ് ചിപ്പിമോൾ എഴുന്നേറ്റ് ആകെ വിഷമത്തോടെ ഇരുന്നത്. ചിപ്പിമോൾ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചിപ്പിമോള് എഴുന്നേറ്റ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ശരിക്കും സംഭവിച്ചു? ഇന്നലെ രാത്രിയിൽ ചിപ്പിമോള് ഭക്ഷണം പോലും കഴിക്കാതെ ഉറങ്ങാൻ കിടന്നുകൊണ്ട് ജിനി വാതുക്കെ വന്ന് മോൾ എഴുന്നേറ്റ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് മോളെ നിർബന്ധിക്കാനായിട്ട് ജിനി അകത്തേക്ക് ചെന്നു. മോളെ ചിപ്പി എന്ന് വിളിച്ചതും ആകെ വിഷമത്തോടെ തല കുമ്പിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ചിപ്പിമോള്. മോളെ, ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് ജെനി ചിപ്പിമോൾക്ക് നേരെ ഭക്ഷണം നീട്ടി. അത് കഴിക്കാൻ കൂട്ടാക്കാതെ ചിപ്പിമോള്, എനിക്ക് വേണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. ചിപ്പിമോളെ, ഇന്നലെയും ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ, മോളിത് കഴിക്കുന്ന പറഞ്ഞ് വീണ്ടും ജെനി നിർബന്ധിച്ചതും ചിപ്പി ദേഷ്യത്തോടെ ആ പ്ലേറ്റ് തട്ടിത്തെറിപ്പിക്കുന്നു. അത് നേരെ നിലത്ത് നിന്ന് വീഴുമ്പോൾ അത് കൃത്യമായി തന്നെ അതിലെ നടന്നു വരുന്ന അവന്തികയുടെ മുന്നിലേക്ക് ചെന്നെത്തുന്നു. അവന്തിക ചിപ്പിയുടെ ദേഷ്യവും വാശിയും കണ്ട് ദേഷ്യത്തോടെ റൂമിലേക്ക് എത്തുന്നു. അപ്പോഴാണ് അർച്ചന ഉണർന്ന് എഴുന്നേറ്റത്. കണ്ണു തുറന്നതും ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കി താൻ സ്ഥിരമായി കാണാറുള്ള കാഴ്ചകളൊന്നും തന്നെ കാണാത്തതുകൊണ്ട് വല്ലാത്ത പരിഭ്രാന്തിയോടെ ചാടി എഴുന്നേൽക്കുകയാണ് അർച്ചന. ഉടനെ ഇതെന്നാ ഞാൻ എവിടെയാ എന്നൊക്കെ ഓർത്ത് അർച്ചന ടെൻഷനോടെ ചുറ്റുപാട് നോക്കി. അപ്പോഴാണ് കഴിഞ്ഞ രാത്രിയിൽ തനിക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് ഓർത്തെടുത്തത്. കഴിഞ്ഞ രാത്രിയിൽ തനിക്ക് ശിശിരേശി വന്ന് മെഡിസിൻ തന്നതും അതിനുശേഷം ഗോകുലിന്റെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടതും അങ്ങനെ ബെഡ്ഷീറ്റ് വിരിക്കാനായി താൻ റൂമിലെത്തിയതും അതിനുശേഷം തനിക്ക് ബോധക്കേട് വന്ന് സംഭവിച്ച് വീട്ടിലേക്ക് വീണതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് അർച്ചന. അപ്പോ ശരിക്കും എനിക്ക് എന്താ സംഭവിച്ചത്, ഇന്നലെ രാത്രിയിൽ എന്താ സംഭവിച്ചത് എന്നോർത്ത് വല്ലാത്ത ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു. പിന്നീട് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. സച്ചിക്ക് ഒരു ഓട്ടം വന്നിരിക്കുന്നു എന്നും ഒരു ലോങ് ട്രിപ്പാണുള്ളത് എന്നും പറഞ്ഞതുകൊണ്ട് സച്ചി ആ ഓട്ടം പിടിക്കാനായിട്ട് എത്തി. അവിടെ ചെന്നതും കാറിലേക്ക് കയറിയ ആളുകളെ കയറ്റിയതിനു ശേഷം വേഗം തന്നെ സച്ചി കാറെടുത്ത് എവിടേക്കാ പോകണമെന്ന് അന്വേഷിച്ചു. കുറച്ചു ദൂരം പോയതിനു ശേഷം വഴി തെറ്റി മറ്റൊരു ദിശയ്ക്ക് വണ്ടി പോകുന്നത് കണ്ടതും കൂടെയിരുന്ന ആളുകൾ പുറകിലുണ്ടായിരുന്ന പാസഞ്ചർ ചോദിച്ചു, അല്ല, നിങ്ങളിത് എങ്ങോട്ടാ വണ്ടി ഓടിക്കുന്നത്? അപ്പോഴാണ് നടുക്കിരിക്കുന്ന മൂർത്തി ആകെ ദേഷ്യത്തോടെ താൻ എങ്ങോട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അന്വേഷിച്ചത്. ഉടനെ, അതെ, നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ ഞാൻ എത്തിക്കുമെന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു നോക്കി സച്ചി ഒന്ന് ചിരിച്ചു. സച്ചിയെ കണ്ടതും മൂർത്തിക്ക് കാര്യം മനസ്സിലായി. കുറെ നാളായടാ നിന്നെ എനിക്കൊന്ന് കിട്ടാനായി ഞാൻ കാത്തിരിക്കുന്നു. നിനക്ക് വേണ്ടി വല വീശിയിരിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വരെ. അതുകൊണ്ട് നിനക്കുള്ള മറുപടിയും നിനക്കുള്ളതെല്ലാം ഞാൻ കയ്യോടെ ആ കട അങ്ങ് വീട്ടിയേക്കാം എന്ന് പറഞ്ഞ് സച്ചിയെ വണ്ടി ഒതുക്കുകയും മൂർത്തിയെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മൂർത്തിയുടെ കൂടെയുള്ള സച്ചിയെ കൊലപ്പെടുത്താനായിട്ട് വാളും എടുത്തുകൊണ്ട് സച്ചിയുടെ നേരെ പാഞ്ഞെത്തുന്നു. മൂർത്തി സച്ചിയെ വെട്ടാനായിട്ട് കൈവാൾ ഉയർത്തിയതും ആ നിമിഷം ആ കൈ തടഞ്ഞുകൊണ്ട് മറ്റൊരാൾ അവിടേക്ക് എത്തി. ആരാണെന്ന് അതിശയപ്പെട്ട് നോക്കുമ്പോൾ സച്ചിയെ രക്ഷിക്കാനായി ഗോകുൽ അവിടേക്ക് എത്തുന്നു. അങ്ങനെ സച്ചിയുടെ ജീവന രക്ഷകനായി ഗോകുൽ എത്തുകയും മൂർത്തിയെയും മറ്റു ഗുണ്ടകളെയും സച്ചിയും ഗോകുലും ചേർന്ന് ഒരുമിച്ച് നേരിടുന്നു.